നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ബുധനാഴ്ച ഡോക്ടർ പ്രമോദുമായിട്ട് സംസാരിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലൈംഗികാരോഗ്യവും സീക്രസ്ഖലനവും എന്നുള്ളൊരു വിഷയമാണ്. എറണാകുളത്തെ ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് മാരിറ്റൽ ഹെൽത്തിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ് അദ്ദേഹം. സർ, ഈ ലൈംഗികാരോഗ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ലൈംഗികാരോഗ്യത്തിന് നമുക്കത് എങ്ങനെ നിർവചിക്കാനായിട്ട് സാധിക്കും? നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ നമ്മളൊരു ആരോഗ്യവാനാണ് എന്നുള്ളതിന് WHO ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പലർക്കും ഈ ലൈംഗികാരോഗ്യം എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക? ഈ ലൈംഗിക ആരോഗ്യത്തിനും അതേപോലെ തന്നെ ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ WHO ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഇൻ ടേംസ് ടു സെക്ഷുവാലിറ്റി എന്നാണ്, ഇൻ റിലേഷൻ വിത്ത് ദ സെക്ഷുവാലിറ്റി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യപരമായിട്ടുമുള്ള ക്ഷേമം അല്ലെങ്കിൽ സുഖം, അത് ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട സുഖത്തിനാണ് സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി അതിന് മറ്റു ചില കമ്പോണൻസ് കൂടെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായിട്ട് നമ്മൾ ആരോഗ്യവാനായിരിക്കണം, നമ്മൾ മെൻ്റലി ഹെൽത്തി ആയിരിക്കണം, നമ്മുടെ സമൂഹത്തോടുള്ള കടമകളും കടപ്പാടുകളും മനുഷ്യനൊരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ ആ ലെവലിൽ പ്രോപ്പറായിട്ട് ജീവിക്കാൻ പറ്റണം. ഇവിടെ എല്ലാം നമ്മുടെ സെക്ഷുവാലിറ്റി ആയിട്ട് അതിനെ ലിങ്ക് ചെയ്തിട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സെക്ഷലായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച്, പിന്നെ അതുപോലെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള അപ്രോച്ച് ടു സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് അപ്രോച്ച് ടു ദ സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി ഉണ്ടാവണം. സെക്സ്, നമ്മുടെ സെക്ഷൽ പാർട്ട്ണർ, ഇതിന് സെക്ഷൽ റിലേഷൻഷിപ്പ്, ഇതിനോടൊക്കെ തന്നെയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിരിക്കണം. നമ്മുടെ പങ്കാളിയെ നമുക്ക് തുല്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ്. അതോടൊപ്പം ഈ സെക്ഷൽ ആക്റ്റിൽ രണ്ട് വ്യക്തികൾക്കും ഒരേപോലെ സുഖം പകർന്ന് ലഭിക്കാൻ പറ്റണം. അതുപോലെ സെക്ഷൽ ആക്ട് രണ്ടു പേർക്കും സുരക്ഷിതത്വം പകരുന്നതായിരിക്കണം. അതല്ലാതെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊയേർഷൻ അല്ലെങ്കിൽ നിർബന്ധം കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസിലൂടെ അല്ലെങ്കിൽ ഭീഷണി ഉപയോഗിച്ചിട്ടോ ഒരാളെ വശംവദരാക്കുന്നതാകാൻ പാടില്ല. പിന്നെ മറ്റൊന്ന്, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങളും അവിടെ പാടില്ല. അതുപോലെ വയലൻസ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ അനവധി പീഡനങ്ങളുടെ കഥകൾ ദിവസവും പത്രമാധ്യമങ്ങളിലും TV-കളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പീഡനങ്ങളാണ്. പീഡനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിർബന്ധിച്ച് അയാളെ ലൈംഗിക പ്രക്രിയയ്ക്ക് ഇരയാക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ പീഡനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പീഡനങ്ങളെല്ലാം തന്നെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, സ്ത്രീകൾ അവരുടെ സ്വന്തം സ്വാതന്ത്ര്യവും ലൈംഗിക സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുവാനും അത്തരം കാര്യങ്ങളിൽ അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കണം, സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കാൻ തയ്യാറാവണം. ആരെങ്കിലും ഒരാൾ നമ്മുടെ ശരീരത്തിൽ നമുക്കിഷ്ടമല്ലാത്ത രൂപത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ നോ, എന്നെ തുടരുത്, എനിക്കിഷ്ടമല്ല എന്ന് പറയാനുള്ള ധൈര്യം സ്ത്രീകൾ കാണിച്ചു കഴിഞ്ഞാൽ ഇത്തരം ചൂഷണങ്ങൾ നടക്കില്ല. പിന്നെ 5 കൊല്ലം 10 കൊല്ലമൊക്കെ ഒരാളെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് 10 20 കൊല്ലം കഴിഞ്ഞിട്ട് പലരും വെളിപ്പെടുത്തലുകളായിട്ട് മുന്നോട്ട് വരും. അപ്പോൾ അത്തരം വെളിപ്പെടുത്തലുകൾ സത്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് നമ്മൾ കുറച്ചുകൂടി അതിനെ പരിശോധിക്കേണ്ടി വരും അത്തരം വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ. ഇപ്പോൾ എന്തിനൊരാൾ 5 കൊല്ലം അല്ലെ 10 കൊല്ലം ചൂഷണത്തിന് ഇരയായി നിന്ന് കൊടുന്നു, എന്തുകൊണ്ട് അയാൾ പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. അപ്പോൾ ഒരു ചൂഷണം 1 2 തവണയേ നടക്കുകയുള്ളൂ. അനവധി തവണ ഒരേ വ്യക്തിയെ പീഡിപ്പിച്ചു ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോ? അതോ ഈ വ്യക്തിയും കൂടെ ഇഷ്ടപ്പെട്ടിട്ട് രണ്ടുപേരും കൂടെ അറിഞ്ഞിട്ടുണ്ടായ ഒരു ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധത്തിന് പിന്നീട് അവർ തമ്മിൽ കലഹം ഉണ്ടായ സമയത്ത് മറ്റൊരു നിറം പകർന്നതാണോ എന്നോട് നമ്മൾ ശങ്കിക്കേണ്ടിയിരിക്കുന്നു. ഇത് യാദൃശ്യമായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു. തീർച്ചയായിട്ടും സാർ, ലൈംഗികാരോഗ്യത്തെ കുറിച്ച് ഈ സീക്രസ്ഖലനവുമായിട്ട് പ്രീമച്യൂർ ഇജാക്കുലേഷനുമായിട്ട് എന്താണ് യഥാർത്ഥത്തിലെ ബന്ധം? അത് എങ്ങനെയാണ്? പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് പോകുന്നു അല്ലെങ്കിൽ എനിക്ക് സീക്രസ്ഖലനമുണ്ട്, അത് യഥാർത്ഥത്തിൽ ശരിയാവണമെന്നുണ്ടോ? ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് അതും WHO നിർവചനപ്രകാരം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ
സെക്ഷൽ കോണ്ടാക്റ്റിൽ ഇടപെടുന്ന സമയത്ത് പങ്കാളികൾക്ക് ഇരുവർക്കും തൃപ്തി ലഭിക്കുന്നതിന് മുൻപായിട്ട്, വ്യക്തി ആഗ്രഹിക്കുന്നതിന് മുൻപായിട്ട് യൂഷ്വലി 1 മിനിറ്റിനകത്ത് ശുക്ലവിസർജനം നടന്നു പോകുന്ന അവസ്ഥയാണ് ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. അവിടെ WHO കാണുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഎബിലിറ്റി ടു കൺട്രോൾ ദ ഇജാക്കുലേഷൻ ഓർ ഡിലേ ദ ഇജാക്കുലേഷൻ എന്നുള്ളതാണ് ക്രക്സ് ഓഫ് ദ പോയിന്റ്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതുപോലെ ഇപ്പോൾ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് സെക്ഷൽ മെഡിസിൻ ആണെങ്കിലും ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സിലാണെങ്കിലും 1 മിനിറ്റാണ് മിനിമം ടൈമായിട്ട് പറയുന്നത്. ഒരു 1 മിനിറ്റിൽ കുറഞ്ഞ ടൈമിനുള്ളിൽ സ്ഖലനം നടന്നു പോകും. ഇനി സിവിയർ ആയിട്ടുള്ള പ്രീമച്ചുർ ഇജാക്കുലേഷൻ ആണെങ്കിൽ ഒരു പക്ഷേ ഫോർപ്ലേയുടെ സമയത്ത് തന്നെ, ഒരു വെജൈനൽ പെനിട്രേഷന് മുൻപേ തന്നെ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ഖലനം നടന്നു പോകുന്ന അവസ്ഥയുണ്ട്. ചിലപ്പോൾ ഒട്ടും ഉദാഹരണമില്ലാതെ തന്നെ സ്ഖലനം നടന്നു പോകുന്ന അവസ്ഥകൾ സംഭവിക്കാറുണ്ട്. ഇതെല്ലാം ഈ ദാമ്പത്യ ബന്ധത്തെ കാര്യമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കണ്ട ഒരു ദമ്പതികൾ, രണ്ടുപേരും വളരെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. എനിക്ക് തോന്നുന്നത് ഒരു കുട്ടിയുണ്ട്, എൻ്റെ ഓർമ്മയിൽ ഒരു കുട്ടിയുണ്ട്. അവർക്ക് കല്യാണം കഴിച്ചിട്ട് ഏതാണ്ട് 5-6 വർഷങ്ങളായി. പക്ഷേ ആദ്യകാലം തൊട്ട് ഭർത്താവിനുണ്ടായിരുന്ന ഒരു മുഖ്യ പ്രശ്നം എന്ന് പറയുന്നത് ശീഘ്രസ്ഖലനമാണ്. ചിലപ്പോൾ ഫോർപ്ലേയുടെ സമയത്ത് തന്നെ ഇജാക്കുലേഷൻ നടന്നു പോകുന്നു. അതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുന്നില്ല. ഇനി എപ്പോഴൊക്കെയോ ചില റിലേഷൻഷിപ്പുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് വൈഫ് ഗർഭിണിയായതും ഒരു പ്രസവം നടന്നതുമൊക്കെ. അപ്പോൾ ഇനി ആ വ്യക്തിക്ക്, പ്രത്യേകിച്ചും പുരുഷന്, ഒരു കുഞ്ഞും കൂടി വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വൈഫ് സമ്മതിക്കുന്നില്ല. വൈഫിനെ സംബന്ധിച്ചിടത്തോളം വൈഫ് വളരെ അപ്സെറ്റാണ്. അവിടെ ഒരു തരത്തിലുമുള്ള സെക്ഷൽ കോണ്ടാക്റ്റിന് അവർ തയ്യാറാവുന്നില്ല. ആ കേസ് ഏതാണ്ട് ഡൈവോഴ്സിൻ്റെ ഒരു വെർജിലേക്ക് എത്തിയ സമയത്താണ് ഹസ്ബൻഡ് ചികിത്സ തേടിയെത്തിയത്. അപ്പോൾ വൈഫ് അവരുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് സംസാരിച്ചു, വീട്ടുകാരോടൊക്കെ. അവരൊക്കെ അവസാനം അവർക്ക് പറഞ്ഞു കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നീ ഡൈവോഴ്സ് ചെയ്തു, നിങ്ങൾക്ക് 2 പേർക്കും ജോലിയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ ഡൈവോഴ്സ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെ ഒരു വിവാഹ ജീവിതത്തെ പലപ്പോഴും ശീഘ്രസ്ഖലനം കാര്യമായി ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ലൈംഗികാരോഗ്യവും ശീഘ്രസ്ഖലനവും തമ്മിൽ എന്താണ് യഥാർത്ഥത്തിൽ ബന്ധം എന്ന് പറയുന്നത്? അതായത് പണ്ടുണ്ടായിരുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ലൈംഗികാരോഗ്യത്തിൽ വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഭാവിയിൽ ഈ ശീഘ്രസ്ഖലനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉള്ള സാധ്യതയുണ്ടോ? ഈ ലൈംഗിക ആരോഗ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ലൈംഗിക ബന്ധത്തിൽ സ്ത്രീയും പുരുഷനും ഒരേപോലെ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക, ഒരേപോലെ സംതൃപ്തി കിട്ടുക, രണ്ടുപേരും ശാരീരികമായിട്ടും മാനസികവുമായിട്ടൊക്കെ തൃപ്തരാകുക. അപ്പോൾ ഒരു ലൈംഗിക ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ഇരുവർക്കും തൃപ്തികരമാകണമെങ്കിൽ ഇരുവർക്കും ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച ലഭിക്കുക, അതിൽ മാക്സിമം പ്ലഷർ ലഭിക്കുക. അപ്പോഴാണ് അത് രണ്ടുപേർക്കും ഒരുപോലെ തൃപ്തികരമാവുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ഖലനം നടക്കുമ്പോൾ തൃപ്തി ലഭിക്കുന്നു, പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിക്കാതെ അതവിടെ അവസാനിച്ച് കഴിയുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും വരും. അതേപോലെ തന്നെ പുരുഷനും ചിലപ്പോൾ ഒരു ബന്ധത്തിന് മുമ്പായിട്ട് സ്ഖലനം നടന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് മെൻ്റൽ ഡിസ്ട്രെസ് വരും. ഇതെല്ലാം തന്നെ ലൈംഗികാരോഗ്യത്തെ ബാധിക്കുന്നു. അവിടെയാണ് തമ്മിലുള്ള ബന്ധം. തീർച്ചയായിട്ടും ഹലോ ഡോക്ടർക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈംഗികാരോഗ്യവും ശീഘ്രസ്ഖലനവുമാണ്. ഡോക്ടർ കെ പ്രമോദാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, ബ്രേക്കിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ഈ ലൈംഗികാരോഗ്യവും ശീഘ്രസ്ഖലനവും തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പല പെൺകുട്ടികളും പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്കാലത്തൊക്കെ അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് ഒക്കെ ഉള്ള സമയത്ത് ഏതെങ്കിലും ഒന്ന് കണ്ടു, അല്ലെങ്കിൽ ആൺകുട്ടികൾ തന്നെ എന്തെങ്കിലും ഒന്ന് കണ്ടു അല്ലെങ്കിൽ പേടിച്ചു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഭാവിയിൽ ഒരു പ്രീമച്യൂർ ഇജാക്കുലേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഏതെങ്കിലും രീതിയിലുള്ള കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ പൂർണ്ണമായും പുരുഷന്മാരുടെ മാത്രം കാര്യമാണ്. അത് മുൻകാലങ്ങളിലുണ്ടായ ചില അനുഭവങ്ങൾ ചിലപ്പോൾ ശീഘ്രസ്ഖലനത്തിന് കാരണമാകാം. ഉദാഹരണത്തിന്, ഒരു സെക്ഷൽ കോണ്ടാക്റ്റിലും മാരേജിന് മുമ്പ് ഇടപെടുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സാഹചര്യം യാദൃശ്യമായിട്ട് കിട്ടി, അല്ലെങ്കിൽ ഒരു സ്ത്രീ വിളിച്ചു കയറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ താല്പര്യത്തോടെ ഒരു സ്ത്രീ സമ്മതിച്ചതായിരിക്കാം. അങ്ങനെ ഒരു അവസരത്തിലൊരു ബന്ധത്തിന് ചെല്ലുമ്പോഴേക്കും അനവധി
ആകുലതകൾ അയാളെ വേട്ടയാടുന്നുണ്ടാവും. ഉദാഹരണത്തിന് ആരെങ്കിലും വന്ന് കണ്ടുപിടിക്കുമോ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോശമായില്ലേ, ഇനി ഈ പെൺകുട്ടി ഗർഭിണിയായാലും ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ പലതരത്തിലുള്ള ഉത്കണ്ഠയും നിറഞ്ഞ ഒരു അവസരത്തിലായിരിക്കും ബന്ധപ്പെടുന്നത്. അങ്ങനെ അമിതമായ ഉത്കണ്ഠയോടുകൂടി ബന്ധപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് ഇജാക്കുലേഷൻ നടക്കാനുള്ള കാരണമുണ്ട്. കാരണം എല്ലാത്തരം ഉത്കണ്ഠയും ഇറക്ഷൻ നഷ്ടപ്പെടുന്നതിനും അതേപോലെ തന്നെ ക്യുക്കായിട്ട് സ്ഖലനം നടക്കുന്നതിനും കാരണമാകും. ഈ ഒരു അനുഭവം തന്നെ പിൽക്കാലത്തൊരു ഹാബിച്വേഷനായിട്ട് മാറുന്നു, ലേണിംഗ് ആയിട്ട് മാറുകയും ഈ ഒരു സംഭവത്തിൻ്റെ തന്നെ ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠ മനസ്സിൽ കിടക്കുകയും വിവാഹശേഷം അതും അല്ലെങ്കിൽ റെഗുലറായിട്ടൊരു ബന്ധത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇതയാളെ ബാധിക്കുകയും ചെയ്യും. അതങ്ങനെയുള്ളൊരു ശീഘ്രസ്ഖലനത്തിന് ഇരയായിട്ട് തീരാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു രോഗമുള്ള ആളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അനവധി കാരണങ്ങൾ ശീഘ്രസ്ഖലനത്തിന് പിന്നിലുണ്ട്. ഈ ഒരു പാസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് മാത്രമല്ല, ഒരു ശീഘ്രസ്ഖലനമായിട്ടൊരു രോഗി വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ഒരു 50 to 60% കേസുകളിൽ ശീഘ്രസ്ഖലനത്തിന് കാരണമാകുന്നതായിട്ട് ഗവേഷണ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ശീഘ്രസ്ഖലനമുള്ള രോഗികളിൽ ഏതാണ്ട് 2400 പുരുഷന്മാരിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടത് പ്രൊലാക്റ്റിൻ ലെവലും TSH ലെവലിലും ശീഘ്രസ്ഖലനമുള്ളവരിൽ കാര്യമായിട്ട് കുറഞ്ഞിരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒരു കാരണമാണ്. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ്. പിന്നെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓഫ് ദ പെനീസ്, എസ്പെഷ്യലി ദ ഗ്ലാൻസ് പെനീസ്. ആ പെനീസിൻ്റെ ഒരു മകുടം എന്ന് പറയും, ആ അഗ്രഭാഗത്ത് ആ സ്കിൻ പുറകോട്ട് മാറ്റിക്കഴിഞ്ഞുള്ള ഭാഗം, ആ ഒരു ഭാഗത്ത് അമിതമായിട്ടുള്ള സെൻസിറ്റിവിറ്റി, എസ്പെഷ്യലി ഫ്രെനുല എന്ന് പറയുന്നത് ഈ പെനീസിൻ്റെ അടിവശത്തെ ഒരു സ്കിൻ അവിടെ ചേരുന്ന ജംഗ്ഷനുണ്ട്. അപ്പം ആ ഭാഗത്തൊക്കെയുള്ള ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി പെട്ടെന്നുള്ള സ്ഖലനത്തിന് കാരണമാകും. പിന്നെ ചില വ്യക്തികളിൽ ഒരു ഷോർട്ട് ഫ്രെനുല എന്ന് പറയും, അതായത് ഈ അഗ്രചർമ്മം അവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ജംഗ്ഷനുണ്ട്. അവിടെ അഗ്രചർമ്മത്തിൻ്റെ ജോയിൻറ്റ് വളരെ ചെറുത്, ഷോർട്ടായിരിക്കാം. അപ്പോൾ ഈ ഷോർട്ട് ഫ്രെനുല ഉള്ളപ്പോൾ ഉദ്ധരിച്ച സമയത്ത് പോലും പെനീസ് ചിലപ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ബന്ധത്തിൻ്റെ സമയത്ത് വേദന എടുക്കുകയും ചെയ്യും. ചിലപ്പോൾ സ്ഖലനേ നടക്കില്ല, പെയിൻ കാരണം ഇറക്ഷൻ പോകുന്ന അവസ്ഥയുണ്ട്. ഇനി ഇത്തരം കേസുകളിൽ, ഈ ഒരു ഷോർട്ട് ഫ്രെനുല ഉള്ള കേസുകളിൽ ഫ്രെനുലെക്ടമി അല്ലെ ഫ്രെനുലോട്ടമി എന്നൊക്കെ പറയുന്ന ഫ്രെനുലം റിലീസ് ചെയ്യാനുള്ള സർജറികളുണ്ട്. അത്തരം സർജറികൾ ചെയ്തതിൽ 43% ആൾക്കാരിലും അവരുടെ ILT എന്ന് പറയും, ഇൻട്രാവെജൈനൽ ഇജാക്കുലേറ്ററി ലേറ്റൻസി ടൈം, അതായത് വെജൈനയുടെ ഉള്ളിൽ കടത്തിയിട്ട് എത്ര സമയം ഒരു ബന്ധത്തിൽ ഇടപെടാൻ പറ്റിയെന്നുള്ളതാണ് ILT എന്ന് പറയുന്നത്. അത് ഈ സർജറിക്ക് മുമ്പ് 1.65 മിനിറ്റ് ആയിരുന്നത് 4.1 മിനിറ്റായിട്ട് കൂടി. അതായത് 1 നിന്ന് 4 മിനിറ്റിലേക്കാണ് 3 മിനിറ്റിലധികം വ്യത്യാസം വന്നതായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെയും ചില വ്യക്തികളിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ പ്രോസ്റ്റേറ്റ് ഡിസീസ്, അതായത് ഒരു 26 to 77% ആൾക്കാരിലും പലപ്പോഴും ശീഘ്രസ്ഖലനം ഉള്ളവർക്ക് ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായ രോഗങ്ങൾ, ലട്സ് അല്ലെങ്കിൽ ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ്, BPH, ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേസിയ, ഇങ്ങനെയുള്ള പല പിന്നെ രോഗങ്ങൾ, ലോവർ യൂറിനറി ട്രാക്റ്റിനെ ബാധിക്കുന്ന അണുബാധകളാവാം, പ്രോസ്റ്റേറ്റിൻ്റെ നീർക്കെട്ടാവാം, ഇൻഫെക്ഷൻ ആവാം, സെമിനൽ വെസിക്കിളിലുള്ള നീർക്കെട്ടോ അണുബാധയോ ആവാം. ഇതെല്ലാം തന്നെ ശീഘ്രസ്ഖലനത്തിന് കാരണമാവുന്നുണ്ട്. എന്തെങ്കിലും ഇഞ്ചുറീസുമായിട്ട് ശീഘ്രസ്ഖലനത്തിന് ബന്ധമുണ്ടോ? യഥാർത്ഥത്തിൽ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, നമുക്കിത് പണ്ട് കുട്ടിക്കാലത്ത് കളിക്കുമ്പോൾ ബോൾ കൊണ്ടിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഒരു ഇഞ്ചുറി ആയിട്ട് അതിന് ബന്ധമില്ല. അതിനേക്കാളും കൂടുതൽ ഇനി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് കാര്യമായ ബന്ധമുണ്ട്. എസ്പെഷ്യലി ഏതെങ്കിലും ഒരു തരത്തിൽ ട്രേറ്റ് ആങ്സൈറ്റി ഉള്ള സ്റ്റേറ്റ് ആങ്സൈറ്റി, അതായത് ജനറലി ആങ്ഷ്യസ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളവർ, ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, നിസ്സാര കാര്യത്തിന് പെട്ടെന്ന് വേവലാതിപ്പെടുന്ന വ്യക്തിത്വമുള്ളവർ, അമിതമായ ഉത്കണ്ഠ സെക്സിൻ്റെ സമയത്തുള്ളവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ശീഘ്രസ്ഖലനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സർ, ഇതുപോലെ തന്നെ ഒരു കാര്യം, പ്രത്യേകിച്ചൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാരിൽ ശീഘ്രസ്ഖലനത്തിനുള്ള സാധ്യത കൂടാറുണ്ട്. എല്ലാവരിലുമല്ല, പലപ്പോഴും ഈ പുരുഷന്മാരിൽ കാണുന്നതല്ല, ഇതൊക്കെ കൗമാരത്തിലാണ് ഈ സ്വയംഭോഗമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് തന്നെ വളരെ ക്യുക്കായിട്ട് സ്വയംഭോഗം ചെയ്ത് ശീലിക്കുന്ന വ്യക്തികളുണ്ട്. ഇപ്പോൾ 1 മിനിറ്റിനകത്ത് അല്ലെ 2 മിനിറ്റിനകത്ത്
വാശി വെച്ചിട്ട് പെട്ടെന്ന് അസുഖം കിട്ടാൻ വേണ്ടി വളരെ ക്യുക്കായിട്ട് സ്പർശനം നടത്തി ഇജാക്കുലേഷൻ നടത്തുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇതൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യുന്നു. പിന്നെ ലൈഫ് ലോങ് ഇതൊരു ഹാബിറ്റായിട്ട് വരുന്നു. അങ്ങനെ ലൈഫ് ലോങ് പ്രീമച്ചുർ ഇജാക്കുലേഷനും ഉണ്ട്, അക്യൂർഡ് പ്രീമച്ചുർ ഇജാക്കുലേഷനും ഉണ്ട്. ഇതിൽ ലൈഫ് ലോങ് എന്ന് പറയുന്ന ചെറുപ്പകാലം തൊട്ട് തന്നെ ഈ പ്രശ്നം ഇങ്ങനെ നിലനിന്ന് പോരുന്നു. ശീഘ്രസ്ഖലനം എല്ലാ കാലത്തും ഉണ്ട്. അക്വേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 50 വയസ്സ് വരെ യാതൊരു കുഴപ്പമില്ല. 50 വയസ്സായപ്പോൾ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് ശീഘ്രസ്ഖലനം വന്നു. അങ്ങനെ അക്വേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് കഴിയും. മറ്റേതിന് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് കൂടുതൽ. തീർച്ചയായിട്ടും ഡോക്ടർ. സാർ, ഈ ശീഘ്രസ്ഖലനത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, പല ആൾക്കാരും പറയാറുണ്ട്, ഇപ്പോൾ ശീഘ്രസ്ഖലനമുള്ള ആൾക്കാർ നമ്മൾ സ്വയം വിചാരിക്കണം ഈ ശീഘ്രസ്ഖലനം നിന്ന് പുറത്തേക്ക് വരാൻ എന്ന് പല ആൾക്കാരും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ വലുത് സ്ഖലനം വരുന്നതിന് മുമ്പ് നിർത്തി ചെയ്യുക എന്നൊക്കെയുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകൾ പല ആൾക്കാരും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള വാസ്തവമുണ്ടോ? ശീഘ്രസ്ഖലനം എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അതിൽ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ അത് അങ്ങനെയാണെന്നും അല്ലെന്നും പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശീഘ്രസ്ഖലനത്തിന് ഒന്ന് പ്രത്യേകിച്ചൊരു ഇവാലുവേഷൻ വേണം. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നത്? ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലംസോ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും രോഗങ്ങൾ നിമിത്തമാണ്. ഇനി ഷുഗർ കൂടുതലുള്ള ആൾക്കാർക്ക് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ളവരിലും ശീഘ്രസ്ഖലനം വരാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശീഘ്രസ്ഖലനത്തിന് വെറുതെ കുറേ മരുന്ന് കൊടുത്തിട്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ആദ്യം പ്രൈമറി കോസിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേരുടെ ശീഘ്രസ്ഖലനത്തിനായിട്ട് മരുന്ന് കൊടുക്കാതെ തന്നെ മാറിക്കിട്ടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ഒരു ഫിസിക്കൽ ഇവാലുവേഷൻ നടത്തി അവരുടെ ആ ഫിസിക്കൽ പ്രോബ്ലത്തിനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അതാണ് ചികിത്സയുടെ ഫസ്റ്റ് ലൈൻ. ഫുള്ളായിട്ടുള്ള ഇവാലുവേഷൻ, ദെൻ പ്ലാൻ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഫിസിക്കൽ ആസ്പെക്റ്റും സൈക്കോളജിക്കൽ ആസ്പെക്റ്റും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഫിസിക്കൽ ആസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ട്രീറ്റ്മെൻറ്റിൽ പണ്ട് കാലം തൊട്ട് യൂസ് ചെയ്തിരുന്നത് ചില ടോപ്പിക്കൽ അനസ്തെറ്റിക് മെഡിസിൻസ് യൂസ് ചെയ്തിരുന്നു. ജെല്ലുകളും സ്പ്രേകളും ഒക്കെ പലരും വാങ്ങി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ സ്പ്രേകളൊക്കെ മെഡിക്കൽ സയൻസ് ശരിക്കും പറഞ്ഞാൽ എൻകറേജ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം അനസ്തെറ്റിക് ജെല്ലുകളും സ്പ്രേകളും ഉപയോഗിക്കുമ്പോൾ പെനീസിൻ്റെ അഗ്രഭാഗത്തും ചർമ്മത്തിലും പിന്നെ ഗ്ലാൻസിലും ഒക്കെയുള്ള സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുക, ഒരുതരം മരവിപ്പ് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ആ മരവിപ്പ് അനുഭവപ്പെടുന്നതോടെ വ്യക്തിക്ക് ലൈംഗിക സുഖം കിട്ടാതിരിക്കുകയും അതിലൂടെ സ്ഖലനം വഹിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു ആസ്പെക്റ്റ് ഉള്ളത്, ചിലപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് മുമ്പേ തന്നെ പുരട്ടി വയ്ക്കേണ്ടി വരും. പിന്നെ ചിലപ്പോൾ ഓവർഡോസ് വരാം. ഇനി അമിതമായിട്ട് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ത്രീയുടെ യോനിയിൽ ഇതേ സാധനം പറ്റിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് അബ്സോർവ് ചെയ്യും. അബ്സോർവ് ചെയ്ത് കഴിയുമ്പോൾ സ്ത്രീക്ക് ഉള്ളിൽ മരവിപ്പ് അനുഭവപ്പെടുക, അവർക്ക് ഓർഗാസം ലഭിക്കാത്ത അവസ്ഥ തുടങ്ങിയ പല പല ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം മെഡിസിൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ SSRI ഗ്രൂപ്പിൽപ്പെട്ട പല മെഡിസിൻസും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്ലെക്ടമി പോലുള്ള ചില സർജറികൾ, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും സമയത്ത് നമുക്ക് ഈ സർക്കംസിഷൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള ചില വ്യക്തികളിൽ സർക്കംസിഷൻ ചെയ്തു കഴിഞ്ഞാൽ പെനീസിൻ്റെ ആ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറഞ്ഞു കിട്ടുന്നതാറുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികൾക്കത് ഗുണകരമാവാറുണ്ട് എന്ന് തന്നെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ നേരത്തെ ഈ സെക്സ് തെറാപ്പി എന്ന് പറഞ്ഞ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിൽപ്പെട്ടതാണ് നേരത്തെ നിർത്തി ചെയ്ത് നോക്കുക, അല്ല മനസ്സിൻ്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കോഗ്നിറ്റീവ് തെറാപ്പിയുടെ ചില സങ്കേതങ്ങളെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതിലൂടെ ഒരാളുടെ അറ്റൻഷൻ സെക്സിൻ്റെ സമയത്ത്, ആക്ടിൻ്റെ സമയത്ത് നമ്മൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ സെക്ഷൽ പ്ലഷർ ഗ്രാജുവലി കുറയുന്നു. അത് കുറയുന്നതിൻ്റെ ഫലമായിട്ട് ഇജാക്കുലേഷൻ കൺട്രോൾ ചെയ്യപ്പെടുന്നു. ചിലപ്പോൾ അതോടൊപ്പം അത് അമിതമായി പോയി കഴിഞ്ഞാൽ ഉള്ള ഇറക്ഷൻ ആ സമയത്ത് തന്നെ ഇല്ലാതാവുകയും ഒരു എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. നിർത്തി ചെയ്യുമ്പോഴും പലപ്പോഴും ഇത് സംഭവിക്കാം. പിന്നെ ഈ പറഞ്ഞ ടെക്നിക്സ് ഒന്നും തന്നെ ഫിസിക്കൽ പ്രോബ്ലം ഉള്ള വ്യക്തികളിൽ എഫക്റ്റീവ് ആവില്ല, അല്ലാത്ത വ്യക്തികളിലാണ് അത് എഫക്റ്റീവ് ആവുന്നത്. ഇനി ശീഘ്രസ്ഖലനത്തിൻ്റെ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് മെഡിസിനും സെക്സ് തെറാപ്പിയും കൂടുള്ള അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പിയും കൂടുള്ള ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത്.
എനിക്കൊരിക്കലും ഒരു 4 വർഷമായിട്ട് കല്യാണം കഴിച്ച് ബന്ധപ്പെടാൻ കഴിയാതിരുന്ന വ്യക്തി ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയെ നമ്മൾ ചികിത്സിച്ച സമയത്ത് കുറേ മരുന്നുകൾ കഴിച്ചു, പല ആശുപത്രികളിൽ പോയി, എല്ലാം ഫെയിലിയർ ആയിട്ട് വന്ന് നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നതാണ്. ഫിസിക്കൽ ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു, അതിന് മെഡിസിൻ കൊടുത്തു, ഞങ്ങൾ 2 ആഴ്ച അഡ്മിറ്റ് ചെയ്ത് സെക്സ് തെറാപ്പി കൊടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് അയാളുടെ IELT എന്ന് പറയുന്നത് 500-ലധികം വന്നു. അതായത് 500-ലധികം സ്ട്രോക്സ് പെനീസുള്ളിൽ കയറ്റി 500-ലധികം തവണ കയറ്റി ഇറക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് 2 ആഴ്ച കൊണ്ട് അയാളെ എത്തിക്കാനായിട്ട് കഴിഞ്ഞു. സർ, ഈ സീക്രസ് കലനത്തിന് യഥാർത്ഥത്തിൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എനിക്ക് ഈ സമയം കൂട്ടി നിൽക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് സാധിക്കുന്ന തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ ഫിസിക്കൽ ആസ്പെക്ട് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. മറ്റു രോഗങ്ങളുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്തതിന് ശേഷമായിരിക്കണം അതിനുള്ള ട്രീറ്റ്മെൻറ്റും ട്രെയിനിങ്ങും കൊടുക്കുക. ഒരു കോമ്പിനേഷൻ ഓഫ് സെക്സ് തെറാപ്പി ആൻഡ് മെഡിക്കേഷൻ. മെഡിസിൻ എന്ന് പറയുമ്പോൾ അപ്രോപ്രിയേറ്റ് മെഡിസിൻ അറ്റ് അപ്രോപ്രിയേറ്റ് ഡോസ് അറ്റ് ദ അപ്രോപ്രിയേറ്റ് ടൈം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെലക്ഷൻ ഓഫ് മെഡിസിൻ എല്ലാവർക്കും ഒന്ന് തന്നെ ഫലപ്രദമാവണമെന്നില്ല. അതെല്ലാം നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്താൽ മാത്രമേ എഫക്റ്റ് ഉണ്ടാവൂ. അതിനൊരു ടീം ഓഫ് ഡോക്ടേഴ്സിന്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടറെ തിരക്കേറിയ സമയം പീപ്പിളിനോട് സഹകരിക്കുകയും എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ലൈംഗികാരോഗ്യവും സീക്രസ് കലനവും എന്നൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ, പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിലും.